ഭിന്നശേഷിക്ക് മറ്റൊരു പ്രധാന കാരണമായി കാണുന്നത് ജനിതക പ്രശ്നങ്ങളാണ്. ജനിതക പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമാക്കാൻ ഡോക്ടർ നിഷ നമ്മോടൊപ്പം ഉണ്ട്. വെൽക്കം ഡോക്ടർ. ഇപ്പം നമ്മൾ നാഡീവ്യവസ്ഥയിലെ വൈകല്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, എത്രത്തോളം ഡിസബിലിറ്റിക്ക് കാരണമാകുന്നതാണ് നമ്മൾ വിശദമാക്കിയത്. ഒപ്പം തന്നെ പ്രധാന റോളാണ് ജനിതക പ്രശ്നങ്ങൾ. ജനിതക പ്രശ്നങ്ങൾ എത്രത്തോളം ഇതിന് കാരണമാകുന്നുണ്ട്? ഭിന്നശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ സ്പെക്ട്രമാണ്. ആക്ച്വലി അതിൽ നമ്മുടെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഡിസബിലിറ്റികളുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം നമ്മൾ സിവിയർ ഡിസബിലിറ്റി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 50% കാരണവും ജനറ്റിക്സ് ആണ്. നേരെ തിരിച്ച മൈൽഡ് ഡിസബിലിറ്റി ആണെങ്കിൽ അതിലൊരു 15%-ഓളമേ ജനിതക കാരണങ്ങൾ വരുന്നുള്ളൂ. മോഡറേറ്റിൽ അറൗണ്ട് 30 to 40% ജനറ്റിക് കാരണങ്ങളാണ് നമുക്ക് കണ്ടുവരുന്നത്. അതുപോലെ ഒരു കുഞ്ഞ് ഓരോ കപ്പിളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താൽ നാം ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ 2 to 3% വരെ സാധ്യതയാണ് നമുക്ക് അംഗവൈകല്യങ്ങൾ, കൺജനിറ്റൽ അനോമലീസ് ഉള്ള ഒരു കുഞ്ഞുണ്ടാവാനും അബോർഷൻ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ മിസ്കാരേജസ് ഉണ്ടാവാനുള്ള സാധ്യത അറൗണ്ട് 15%. അതുപോലെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയും അറൗണ്ട് 20 to 30% നമുക്ക് പലതരത്തിലുള്ള ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ റിസ്ക് മനസ്സിലാക്കി വേണം നാം ഓരോ കപ്പിളും ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യാനായിട്ട്. സാധാരണ രീതിയിൽ ആളുകളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പ്രഗ്നൻസി പീരീഡിൽ ജനിതക പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റുന്നതാണ്. അത് എത്രത്തോളം ശരിയാണ്? പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് ജനിതക പ്രശ്നങ്ങൾ കണ്ടെത്താനാവും, പക്ഷേ അതിന് മുന്നേയായി നാം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനൊരു വർക്കപ്പുകൾ എന്ന് പറയും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് നാം ഗൈനക്കോളജിസ്റ്റിനെ, പീഡിയാട്രീഷ്യനെ, അതെല്ലാം അവരൊരു ജനറ്റിക്സ് ഡോക്ടറെ നമ്മൾ കാണേണ്ടതിൻ്റെ പ്രാധാന്യം അതാണ്. അതിന് മുന്നേ നാം അറിഞ്ഞിരിക്കേണ്ടത് ആർക്കൊക്കെയാണ് ജനറ്റിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അധികമായിട്ടുള്ളത്, അതായത് അറ്റ് റിസ്ക് ഫാമിലി, അറ്റ് റിസ്ക് കപ്പിൾ ആരൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഓൾറെഡി തന്നെ നമ്മൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ജനിതക അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആവട്ടെ, ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സ് ആവട്ടെ, ഡൗൺ സിൻഡ്രോം, SMA, അപ്പോൾ അതുപോലുള്ള എത്രയോ വ്യതിയാനങ്ങൾ നമ്മുടെ ഫാമിലിയിലുണ്ട്. അതുപോലെ ഈ കപ്പിൾ കല്യാണം കഴിച്ചിരിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്, രക്തബന്ധത്തിലാണ്, കസിൻസാണ്, കസിൻ മാരേജസ്. ഇതെല്ലാം തന്നെ അതല്ല നമ്മുടെ മൂത്ത കുഞ്ഞിന് നമുക്ക് ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ നാഡീവികസന വൈകല്യം ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണിക്കുന്നത് നമുക്ക് അടുത്ത ഒരു പ്രഗ്നൻസിയിൽ നമുക്ക് റിസ്ക് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് മുന്നേക്കൂട്ടി നാം ആർക്കൊക്കെയാണോ ഈ പ്രശ്നങ്ങളുള്ളത് അവരെ നാം ടെസ്റ്റ് ചെയ്യുകയും അത് ഏതാണ് എന്ന് സ്പെസിഫിക്കലി കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഗർഭസ്ഥ ശിശുവിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നാം ഇപ്പം പലരും, ഞാൻ വളരെ സങ്കടത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ്, പ്രഗ്നൻ്റ് ആയി 3-ാം മാസത്തിലും 4-ാം മാസത്തിലും നമ്മുടെ അടുത്ത് വന്നിട്ട് ഡോക്ടറെ നമുക്ക് ഡയറക്റ്റ് വെള്ളം കുത്തിയെടുത്ത് പരിശോധന ആംനിയോസെൻറ്റസിസ് ചെയ്യുകയല്ലേ എന്നാണ് നമ്മളോട് ചോദിക്കുക. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ ഗ്രൂപ്പ് അസുഖങ്ങളേ ഉള്ളൂ. അതല്ലാത്തതെല്ലാം തന്നെ നാം നേരത്തെ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ അത് ഈ ഗർഭസ്ഥ ശിശുവിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജനറ്റിക് ടെസ്റ്റുകൾക്ക് അതിൻ്റേതായ സമയമെടുക്കും. പല ടെസ്റ്റുകളും 1 മാസം വരെ എടുക്കും റിപ്പോർട്ട് കിട്ടാൻ. അപ്പോൾ നമുക്ക് അത് മുന്നകൂട്ടി കണ്ടുപിടിച്ച് വയ്ക്കണം. ഇപ്പോൾ ടെസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? നാം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്ലഡ് എടുത്തിട്ടാണ് പല ടെസ്റ്റുകളും. അപ്പോൾ നമ്മൾ ജനിച്ച കുഞ്ഞാണെങ്കിൽ, അതല്ല ഒരു അഡൽട്ട് ആണെങ്കിൽ, അവരിലെല്ലാം ബ്ലഡ് എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പലതരം ടെസ്റ്റുകളുണ്ട്. കാരിയോടൈപ്പിംഗ്, അതായത് ക്രോമസോമൽ ടെസ്റ്റുകൾ, ജീൻ ടെസ്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആവശ്യകത എന്ന് അനുസരിച്ചിട്ടാണ് അത്. കാര്യം ഇതിൻ്റെ കോസ്റ്റ്, ഓരോ ടെസ്റ്റിൻ്റെ കോസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം പേഷ്യൻറ്റിനോട്, അതായത് നമുക്കൊരു ജനറ്റിക്സിൻ്റെ ഡോക്ടറെ കാണുമ്പോൾ നമുക്ക് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റ് കൗൺസിലിംഗ് സിനാരിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കും. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വ്യതിയാനം എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ, നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്ത്, അതാണ് ഏറ്റവും എല്ലാവരും ചോദിക്കുന്നത്. ഇതിന് ഇനി എന്താ ട്രീറ്റ്മെൻറ്റ്? അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അസുഖം അല്ലെങ്കിൽ ഈ നമ്മുടെ വ്യതിയാനം എന്ത് എന്നറിഞ്ഞിട്ടുള്ള ചികിത്സയും
ഒന്നും അറിയാതെ കാട് അറിഞ്ഞ് നമ്മൾ വെടിവെക്കുക പറയുന്ന പോലത്തെ അവസ്ഥ. അതുകൊണ്ട് കാര്യമില്ല. കാര്യം ചില കുഞ്ഞുങ്ങൾക്ക് ചില സ്പെസിഫിക് അസുഖങ്ങളിൽ ചില മേഖലയിലാണ് നമ്മൾ അവരെ ഫോക്കസ് ചെയ്ത് നമ്മുടെ തെറാപ്പികൾ ചെയ്യേണ്ടി വരിക. നമ്മൾ എന്ന് വെച്ചാൽ പല പാരൻസും വർഷങ്ങളോളം സ്പീച്ച് തെറാപ്പി ചെയ്തിട്ട് വന്ന് സങ്കടപ്പെടാറുണ്ട്, ഒന്നും സ്പീച്ച് നമുക്ക് വന്നില്ലല്ലോ എന്ന്. പക്ഷേ നമ്മൾ ആ ഒരു ജനറ്റിക് വ്യതിയാനത്തിൽ അവർക്ക് സ്പീച്ച് ഉണ്ടാവില്ല. അപ്പം നമ്മൾ സ്പീച്ചിന് വേണ്ടിയിട്ടല്ല, ദാറ്റ് ഈസ് ദേ ആർ നോൺ വെർബൽ, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ എന്ത് ചെയ്യണം, നമ്മൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേറെ രീതികളുണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ രീതികളുണ്ട്. അപ്പം അത് പരിചയപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഈ രീതിയിലല്ല അവരെ ഇൻ്റർവീൻ ചെയ്യേണ്ട. അപ്പം നമ്മുടെ ഇൻ്റർവെൻഷൻ തന്നെ മാറും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാ തെറാപ്പിസ്റ്റുകളും, നമ്മുടെ ഫിസിയോ ആണെങ്കിലും സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണെങ്കിലും ഓക്യുപേഷണൽ, അവരെല്ലാവരും തന്നെ ജനറ്റിക്സ് വന്ന് കാണണമെന്ന് പറയാറുണ്ട്. കാര്യം എന്തിനാ വെച്ചാൽ ഇതിൻ്റെ പ്രൊഗ്നോസ്റ്റിഫിക്കേഷൻ, അതായത് മുന്നോട്ട് എങ്ങനെയായിരിക്കും ആ കുഞ്ഞിൻ്റെ ജീവിതം എന്ന് നമുക്ക് ഓൾറെഡി നമ്മുടെ ഡേറ്റാ ബേസസും ലിറ്ററേച്ചർ ബേസസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും എങ്ങനെ നമുക്ക് അവരെ മോഡിഫൈ ചെയ്യാൻ പറ്റും, എങ്ങനെ ഒരാൾക്ക് അവനവൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡിസബിലിറ്റി ഡേയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണല്ലോ, ഇൻക്ലൂഷൻ ആണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആ ഒരു മാക്സിമം, ആ ആളുടെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം കൊണ്ട് എത്തിക്കുക. അതിന് ഈ പറഞ്ഞ നമ്മുടെ ഏർലി സ്റ്റെപ്സ് പോലുള്ള നമ്മുടെ സെൻറ്റർ വഴിയുള്ളതും, പിന്നെ ബാക്കി നമ്മുടെ സൊസൈറ്റിയുടെ അറിയണം. സൊസൈറ്റി അറിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇന്നതിലാണ് ഇവർക്ക് ഈ ഹെൽപ്പ് വേണ്ടത്. ബിക്കോസ് ഓരോ വ്യക്തിയുടെയും റൈറ്റാണ് അവനവൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്. അത് ആ വ്യക്തിയുടെയും ഫാമിലിയുടെയും അതുപോലെ തന്നെ സൊസൈറ്റിയുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ജനിതക വൈകല്യം കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം രീതിയിലുള്ള ചികിത്സകളാണ് നൽകാൻ പറ്റുക? അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. കാര്യം ജനറ്റിക്സ്, പലരും ഈ ജനറ്റിക്സ് എന്ന് പറയുന്ന ജനറ്റിക്സിൻ്റെ ടെസ്റ്റിങ് പോലും ചെയ്യാത്ത ഇതാണ്. കാര്യം എന്ന് വെച്ചാൽ ചെയ്തിട്ട് എന്ത് ഉപയോഗം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വലിയ രജിസ്ട്രികൾ, ഗവൺമെൻറ്റിന് തന്നെ ഇപ്പം വലിയ രജിസ്ട്രികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ റയർ ഡിസീസ് രജിസ്ട്രി എന്ന് പറയുന്ന അപൂർവ രോഗ രജിസ്ട്രി ഉണ്ട് നമുക്ക്. ആ രജിസ്ട്രിയിൽ ഗവൺമെൻറ് പോളിസിയാണത്, സെൻട്രൽ വിത്ത് സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അതിലെന്താ വെച്ചാൽ ആ രജിസ്ട്രിയിലേക്ക് നമ്മുടെ പേര് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് വേണം. അപ്പോൾ ഈ രജിസ്ട്രിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് നമ്മുടെ ഓരോ റിസർച്ചിലൂടെ ഓരോ തെറാപ്പികൾ, ഇപ്പോൾ ജീൻ തെറാപ്പി പോലെ, ഇപ്പോൾ SMA-ക്ക് നമുക്ക് റിസ്ഡിപ്ലാം എന്ന് പറയുന്ന ഒരു മെഡിസിൻ വന്നു കഴിഞ്ഞു. അത് കുട്ടികൾക്ക് എല്ലാവർക്കും നമുക്ക് SMA ഉള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. SMA എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ മുന്നേ തന്നെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുന്നൊരു അസുഖമായിരുന്നു. ഇപ്പോൾ ഈ മരുന്ന് കൊടുക്കുന്നതിലൂടെ അവർക്ക് അവരുടെ നമ്മുടെ മുന്നോട്ടുള്ള അവരെ ഒരു മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുപോലുള്ള തെറാപ്പികൾ നമുക്ക് കൊടുക്കണമെങ്കിൽ ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത് ഇവരെ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള ഇൻ്റർവെൻഷൻ, പല വ്യതിയാനങ്ങളിലും പല ക്യാൻസേഴ്സ് വരാം. അപ്പോൾ ഇത് മുന്നക്കൂട്ടി നമ്മൾ അവരെ സർവൈലൻസ് ചെയ്യണം. ഇന്ന ക്യാൻസർ വരുവാണെങ്കിൽ അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ വർഷമുള്ള സ്ക്രീനിങ്, പലതിലും ഹാർട്ടിൻ്റെ അസുഖം വരാം. അപ്പോൾ അത് മുന്നക്കൂട്ടി കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ആ ഒരു ലേറ്റ് സ്റ്റേജിൽ കണ്ടെത്തുന്നതിനെക്കാട്ടും നമുക്ക് മുന്നക്കൂട്ടി കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റ് ഇൻ്റർവെൻഷൻസ് അവർക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ ഹിയറിങ്, ഡെഫ്നെസ്, അത് പല പാരൻസും വളരെ ലേറ്റ് ആയിട്ടാണ് കണ്ടെത്തുന്നത്. അത് നേരത്തെ കണ്ടെത്തിയാലേ നമുക്ക് അവർക്ക് ഹിയറിംഗ് എയ്ഡും കോക്ലിയർ ഇംപ്ലാന്റും കൊടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ ഹിയറിങ് നമുക്ക് അവരുടെ സ്പീച്ച് വരികയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാര്യം കുഞ്ഞുങ്ങൾക്ക് പറയാനാവില്ല, കേൾക്കത്തില്ല എന്നോ കാണത്തില്ല എന്നോ അവർക്ക് പറയാനാവില്ല. അപ്പം ഇതിൽ ഈ ഇന്ന ഒരു വൈകല്യത്തിൽ കാഴ്ച പരിമിതി വരും എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മളത് കണ്ണ്, കേൾവി, ഹൃദയം, കിഡ്നി, ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് നമ്മൾ നോക്കാൻ പറ്റും. അതിൻ്റെ സർവൈലൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിവേ, താങ്ക് യു ഡോക്ടർ. ഒരുപാട് കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ പറഞ്ഞു. ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ സമൂഹത്തിനുള്ള ഒരു മെസ്സേജാണ് ഈ ഡിസബിലിറ്റി ഉള്ള മനുഷ്യരെ ചേർത്ത് നിർത്തുക. പൂർണ്ണമായി ഡിസബിലിറ്റി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ചെയ്യുക എന്നതാണ് പ്രധാനം. അതിന് സമൂഹത്തിൻ്റെ റോളും പ്രധാനമാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.